ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് മണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവർ മരിച്ച് കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരച്ഛൻ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്, അങ്ങനെയൊക്കെ ആയിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഒന്ന് സംസാരിക്കാനൊന്നും ആരുമില്ല, ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് വെക്കുക. അങ്ങനെ വിരഹത്തിൻ്റെ പല രീതികളുണ്ട്, ഒറ്റപ്പെടലിൻ്റെ പല അവസ്ഥകളുണ്ട്. നമുക്ക് ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളെ ഒറ്റപ്പെടൽ അല്ലേ. തീർച്ചയായിട്ടും ആ രീതിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ജീവിതമാണ് അവർക്ക് വേണ്ടതെന്ന് അവർ ആഗ്രഹിക്കുന്നത്, അതേപോലെ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ വന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും മകൻ്റെയും വീട്ടിലേക്കാണ്. ഇവർക്ക് 2 മക്കളാണ്. മകളുടെ കല്യാണം കഴിഞ്ഞ് പോയതാണ്. സുജിലിൻ്റെ അമ്മ മരണപ്പെട്ടതാണ്. 5 വർഷത്തോളമായിട്ട് സുജിലും അച്ഛനും ഒറ്റക്കാണ് ഈ വീട്ടിൽ താമസം. കുക്കിങ് കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യും. സുജിലിന് അരക്ക് താഴോട്ട് ചലനശേഷിയില്ല, ഭിന്നശേഷിയുള്ള ആളാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അവന് ചെയ്യാൻ പറ്റുള്ളൂ. ബാത്റൂമിലേക്കൊക്കെ എടുത്ത് വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ അവരോട് തന്നെ ചോദിക്കാം. അച്ഛന് പ്രായമായി വരുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ്. എൻ്റെ കാലശേഷം എൻ്റെ മകനെ ആര് നോക്കൂ, എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. മിക്ക വീടുകളിൽ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് പാരൻസിൻ്റെ ഒരു വിഷമങ്ങൾ നമ്മൾ കാണാറ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. സുജിലിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കേരളത്തിൽ ഏത് മൂലക്കുണ്ടെങ്കിലും നമുക്ക് ഈ വീഡിയോ വഴി കണ്ടെത്തണം. അതിന് എല്ലായിടത്തിലും ഇത് എത്തണം. പെൺകുട്ടികളുടെ വീഡിയോയിൽ മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്, ഇതിലിടുന്ന ആൺകുട്ടികളതും എല്ലായിടത്തും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. എന്നാലേ അവർക്കൊരു ജീവിതം കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിത് അച്ഛൻ്റെയും മകൻ്റെ അടുത്തേക്ക് പോവാണ്. അവരുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. നവാ സുജില്, എന്തൊക്കെയാണ്? അങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ വരുമ്പോ വേദന ഉണ്ടാവുക? ഇല്ല, വേദന ശീലായി പോയിക്കില്ലേ? അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ പോകൂല? വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ പോകും. അങ്ങനെ മുട്ടുകുത്തിട്ടില്ല. ശരി, അതാണ് എന്റെ മെല്ലെ വന്നോട്ടോ. അച്ഛാ, എന്നിട്ട് എന്തൊക്കെയാണ്? നല്ലത്. അപ്പൊ 5 വർഷത്തോളായി നിങ്ങളെ ഭാര്യ മരണപ്പെട്ടിട്ടില്ലേ? അതെ. അപ്പൊ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ആണുങ്ങൾ തന്നെ അല്ലേ? അതെ. എന്തെങ്കിലും ജോലി ഉണ്ടാകുമ്പോ ഞാൻ രാവിലെ അവന്റെ ചോറൊക്കെ എടുത്ത് ഇവിടെ ചുറ്റി പോവാന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ജോലിക്ക് പോവാൻ. എന്ത് ജോലിയാ നിങ്ങള് ചെയ്യുന്നത്? വയറിങ് ഇലക്ട്രീഷ്യൻ ആണ് അല്ലേ? അപ്പൊ എന്തെന്ന് പറഞ്ഞാല് ഒരു സ്ത്രീ ഇല്ലാത്ത വീട് എന്ന് പറഞ്ഞാല് അല്ലേ, അങ്ങനെ തന്നെയാണ്. അപ്പൊ സുജില് ഇങ്ങനെ നിലത്ത് ഇരുന്നിട്ടാണുള്ളത്. അപ്പൊ ഞാനും ഇങ്ങനെ ബെഞ്ചായി ഇരുന്നതാണ് കേട്ടോ. കാരണം എനിക്കിപ്പോ ഒറ്റക്ക് കസേരമ കയറി ഇരിക്കണമെങ്കിൽ പിന്നെ അവിടെ ഒരു ഇങ്ങനെ പിടിച്ചിരിക്കണം അല്ലെ. ഉള്ളില് വെളിച്ചം കുറവാണ്. അപ്പൊ നമുക്ക് പുറന്ന് തന്നെ എടുക്കാം അല്ലെ. സുജിലിന്റെ പല്ലിൽ എന്താ കറയാ? അത് ആദ്യം ഉള്ള ചെറിയൊരു ഇതുണ്ട്. എന്താ ഉള്ള? ഒരു ചെറിയൊരു കൈകൊണ്ടാണ് തേക്കുക, പക്ഷെ ഒരു ബ്രഷ് ഉപയോഗിക്കാറില്ല. ബ്രഷാണ് ഉപയോഗിക്കുക. പല്ലിന്റെ കറ മറ്റേതില്ലേ, നിക്കള് വരുന്നതാണ്. അതിങ്ങനെ വരും. അത് ശരി. പിന്നെ ഓനിപ്പോ മരുന്ന് എന്ന് പറഞ്ഞാല് ഇലക്ട്രോക്സിൻ എന്ന് പറഞ്ഞ ആ തൈറോയിഡിന്റെ ഒറ്റ ഗുളിക മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഉണ്ടോ? തൈറോയിഡിന്റെ എഫക്ട് ആണ് ഇപ്പൊ ഇത്. സെർബൽ പാൾസിയാണ്. സെർബൽ പാൾസി ആണ് ലൈഫ് ലോങ് മെഡിസിൻ എന്ന് പറഞ്ഞത് ഈ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ, ഡെയിലി ഒന്ന്. വേറെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ ഇല്ല. വേറെ പിന്നെ ബുദ്ധിപരമായ വിഷയങ്ങൾ അങ്ങനൊന്നും ഇതിനേക്കാൾ എഫക്റ്റ് ആണ്. എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാറില്ല. എന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ ഫോണാ. അങ്ങനെയുള്ളതും പിന്നെ ടിവിന്റെ കാര്യമൊക്കെ ഓനാ നോക്കാം. അതെ. അവനിക്കിപ്പോ എത്ര വയസ്സായി? 35 കഴിഞ്ഞ്. 35 വയസ്സിലാ? അപ്പൊ നിങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളത് അല്ലേ? മോളെ കല്യാണം കഴിച്ച ഇവിടെ അടുത്താ? പാലാഴിയില്. ഓക്കെ. അപ്പൊ സുജില് ജോലിക്ക് വന്നൊന്നും പോവാനൊന്നും ആവില്ലല്ലോ അല്ലേ? അപ്പൊ ഇവരെ വിവാഹശേഷം ഇവർക്ക് എങ്ങനെയാണ് വരുമാനം? എങ്ങനെയാണ് വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇത് കാണണം, ചെറിയൊരു ബാലൻസ് ഉണ്ട് എന്റെ അടുത്ത്. എന്തെങ്കിലും ഒരു കച്ചവടത്തോന് ചെയ്തു കൊടുക്കണമെങ്കിൽ കഴിയും, പക്ഷെ അതിന് പ്രാപ്തിയുള്ള ഒരാള് വരണം. അതെ. അല്ലെങ്കിൽ ഓന് തയ്യാറായില്ലെങ്കിൽ എനിക്ക് ഇവനെ പരിപാലിക്കാൻ പറ്റിയ ഒരാള് എങ്കിലും ഉണ്ടായാലും മതി. കാരണം എന്താ വെച്ചാല് വിശ്വസിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം.
ഇപ്പൊ നീ എത്രയാന്നുള്ളേ അതെ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അവനെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനിയിപ്പോ ഒരു കോലം കൊണ്ടോ അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഒരു നോക്കാൻ പറ്റിയ ഒരാളെങ്കിലും വേണം, ഇല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ശരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു അങ്ങനെ ഒരു ഭാര്യ ഒരു മനസ്സിലാക്കി വരുന്ന ഒരു പെൺകുട്ടീനെ തന്നെ നമുക്ക് കിട്ടട്ടെ. സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. നിങ്ങള് 2 കൊല്ലം ഇവിടെ നിന്നുള്ളൂ. സംഭവം വെച്ചാല് പിന്നെ തുടക്കത്തിലുള്ള മാരില്ല, പിന്നെ എന്നോടുള്ള പെരുമാറ്റത്തിനൊക്കെ മാറ്റം വന്നപ്പോ പിന്നെ ഞങ്ങള് മെല്ലെ ലീഗലി ഡൈവേഴ്സ് ആയി. നിങ്ങളെ ഭാര്യ മരിച്ച് ഈ അവസ്ഥയിലായ വിവാഹം കൂടെ കഴിഞ്ഞു. പക്ഷെ കുട്ടികളെ കൂടെ താല്പര്യപ്പെട്ടാണ്. അതെ, അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പൊ അതങ്ങനെ അപ്പൊ അങ്ങനെ വേർതിരുത്തി. അതെ. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നിക്കണത്. അതെ. എന്തെങ്കിലും വഴി ഉണ്ടാവും അച്ഛാ. തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ എല്ലാ സ്ഥലത്തുള്ള ആളുകളും കാണുന്നല്ലേ. അപ്പൊ അവനെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ വരട്ടെ. ഒരു ഭാര്യയായിട്ട് തന്നെ വരട്ടെ. നമുക്ക് ഹോം നേഴ്സ് എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ തന്നെ വരട്ടെ. അതാണല്ലോ നമുക്ക് സന്തോഷം. അപ്പോ തീർച്ചയായിട്ടും അവനെ മനസ്സിലാക്കുന്ന ഒരാൾ മുമ്പോട്ട് വരിക. ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെയൊക്കെ നമുക്ക് സ്വീകരിച്ചുകൂടെ? കാരണം ഇതാണ് അവന്റെ സ്ഥിതി. പരിപാലിക്കാൻ കഴിയാൻ പറ്റിയ ആൾക്കാരായാൽ മതി. അതെ, ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ പ്രശ്നമാക്കണ്ട. 35 വയസ്സല്ലോ അവനായത്. നമുക്ക് വയസ്സൊന്നും പ്രശ്നമില്ലല്ലോ അല്ലെ? എത്ര വയസ്സ് അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെ ജില്ലയും നമ്മൾ നോക്കുന്നില്ലല്ലോ. ജില്ലയും നോക്കണില്ല. കേരളം മലയാളി ആയിരിക്കണം. അതെ അതെ അതെ. ഭർത്താവ് മരിച്ചത് ഡിവോഴ്സ് ആയതൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇല്ലില്ല, കാരണം ഇവന്റെ കാര്യങ്ങൾ നമുക്ക് അങ്ങനത്തെ കണ്ടീഷൻസ് സാധാരണ നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ ഒരു കാര്യവും ഇവർക്ക് പറയാനൊന്നും ഇല്ല. ഇവരെ മനസ്സിലാക്കി വരുന്ന ആരായാലും നമുക്ക് കുഴപ്പമില്ല. വയസ്സ് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. ഇവരുടെ ഈ ഒരു അവസ്ഥ, ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരവസ്ഥ, അച്ഛന് പ്രായമായി വരുമ്പോൾ ഓൻ്റെ കാര്യത്തിലുള്ള ഈ ആകുലത, അതിനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു നിബന്ധനയും ഒരൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഓനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് വേണം. പിന്നെ വീട് സമ്പത്താന്ന് കണ്ടുവരുന്ന ആളാവരുത് എന്നുള്ളതാണ്. കാരണം കുറച്ച് കാലത്തേക്കല്ല ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഇവർക്കൊരു ജീവിതം കിട്ടേണ്ടിയിട്ടാണ്. അല്ലാണ്ട് കുറച്ച് കാലത്തേക്ക് ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്കുള്ള ഒരു കാര്യമല്ലത്. ജീവിതകാലം മൊത്തം അതിന് മനസ്സുള്ളവർ മാത്രം മുമ്പോട്ട് വന്നാൽ മതി. അതെ, തീർച്ചയായും തീർച്ചയായും. നിങ്ങള് പിന്നെ അച്ഛാ അങ്ങനെ വിഷയം ഇല്ലെങ്കിലും ചോദിക്കാണ്, അങ്ങനെ ജാതി അങ്ങനത്തെ നോക്കുന്നുണ്ടോ? ജാതി എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ അത് നോക്കുകയാണെങ്കിൽ എന്താ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോ ജാതി അല്ലാത്ത ആളായിരിക്കും. അതെ, നിങ്ങളേതാ ജാതി? ഞാൻ ഹിന്ദു, തീയരാണ്. അതെ അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചേ ഉള്ളൂ. അത് എല്ലായിടത്തും ചോദിക്കല്ലോ. അതെ അതെ അതെ, തെറ്റൊന്നുമില്ല. അതെ, ആയിക്കോട്ടെ. അപ്പൊ നല്ലൊരു പാർട്ണർ വരട്ടെ. വേറെ എന്തെങ്കിലും സുജിലിന് പറയാനുണ്ടോ? അത്രേ ഉള്ളൂ അല്ലേ? അതെ, മനസ്സിലാക്കി നല്ലൊരാള് വന്നാൽ മതി. അതെ, തീർച്ചയായും തീർച്ചയായും. നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. അതെ അതെ അതെ. അച്ഛാ, എന്നാ വേറൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല. അതെ, എത്രയും പെട്ടെന്ന് നല്ലൊരു പാർട്ണറിനെ കിട്ടട്ടെ. ഹാപ്പി ആയിട്ട് പോട്ടെ. പിന്നെ കോളുകളൊക്കെ നല്ല രീതിയിൽ നോക്കി ആലോചിച്ചിട്ട് എടുക്കുക. പലരും വിളിക്കൂ, എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല. അതുപോലെ അന്വേഷിക്കുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് ആളുകളെ അറിയിക്കുക. അത് മാത്രമാണ് നമ്മളെ ഉത്തരവാദിത്വം. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. എന്നാ പിന്നെ സുജില കേട്ടാ, എല്ലാം റെഡി ആവട്ടെ, എല്ലാം ഉഷാറാവട്ടെ കേട്ടാ. ഓക്കെ, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഫോണിലും ഒക്കെ കണ്ട് അതിനു വേണ്ടിയെല്ലാം പരിശ്രമിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോ ഇരുന്നിടത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിഫറെന്റ് ഉണ്ടാക്കൂലേ? അതും കൊട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ല, നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് വീഡിയോ ഒക്കെ ഇട്ട് ആളുകളിലേക്കൊക്കെ എത്തിക്കാം കേട്ടോ. എന്തെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ഉയർന്നു വരിക. എല്ലാം ഉഷാറാവും. നല്ലൊരാള് വരട്ടെ. അച്ഛാ, ആയിക്കോട്ടെ എന്നാ ശരി. ഫ്രണ്ട്സ്, സുജിലും അച്ഛനും പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരിക. അപ്പോൾ അത്രത്തോളം അവസ്ഥ തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. നമുക്കിപ്പോൾ ഇവർ ഹോം നേഴ്സ് എന്നുള്ളത് ഒരു രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഭാര്യ ഒരിക്കലും ഒരു ഹോം നേഴ്സ് എന്നുള്ള അങ്ങനെയല്ല. ഭാര്യ എന്ന് പറയുന്നത് ഒരാളെ ആജീവനാന്തം നോക്കുന്ന ഒരാൾ അങ്ങനെയും അല്ല. പരസ്പരം സ്നേഹിച്ചിട്ട് മനസ്സിലാക്കി കഴിയുന്ന ഒരാളെയാണ് ഭാര്യ എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട്
ഒരാളെ ശുശ്രൂഷിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന ആ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇവർക്കൊരു ജീവിതമൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, ഇപ്പോൾ ഒരു ഭാര്യ, അവരുടെ സ്നേഹം, അതിനൊക്കെ ആഗ്രഹം ഇല്ലാതൊന്നും ഇരിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാളെ തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു കോലം കൊണ്ടും അങ്ങനെ ഒരാൾ എവിടെയും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ മാത്രമാണ് അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഹോംനേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നോക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രയോറിറ്റി നമുക്ക് ഓനെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ, ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതിന് തന്നെയാണ്. അതിന് നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം, ഷെയർ ചെയ്യണം എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എന്നാൽ കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.